സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് അവയർനെസ് വേണം. വർഷത്തിൽ 1-2 തവണ, പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷത്തിൽ 1-2 തവണ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക. നിങ്ങൾക്ക് അതൊരു ഗൈനക്കോളജിസ്റ്റ് തന്നെ ആവണം എന്നില്ല. നിങ്ങൾ പോകുന്നൊരു ജനറൽ ഫിസിഷ്യൻ ആവാം. ബ്രസ്റ്റ് എക്സാമിനേഷനിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡോക്ടറെ കൊണ്ട് നിങ്ങൾ പരിശോധിപ്പിക്കുക. പിന്നെ ഇമേജിങ്, മാമോഗ്രാം എന്ന് പറയുന്നത്. മാമോഗ്രാം എന്ന് പറയുമ്പോൾ അത് വേറൊരു മിസ്കൺസെപ്ഷനാണ് നമ്മുടെ നാട്ടിൽ. മാമോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ എക്സ്റേ മാമോഗ്രാം എന്നാണ് ഉദ്ദേശിച്ചത്. മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമേജിങ് ഓഫ് ബ്രസ്റ്റ്. അത് എക്സ്റേ വഴിയാകാം, അൾട്രാസൗണ്ട് വഴിയാകാം, MRI വഴിയാകാം. ഓരോ ടൈപ്പ് ഓഫ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ പൊതുവേ എക്സ്റേ മാമോഗ്രാമാണ് ഈ ആൾക്കാരെ മാമോഗ്രാം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അയ്യോ അത് റേഡിയേഷനാണ്, അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് ഒരുപാട് പേര് പറയും. അപ്പോൾ അതും വേറൊരു മിസ്കൺസെപ്ഷനാണ്. ആ റേഡിയേഷൻ അല്ല നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന റേഡിയേഷൻ. മാമോഗ്രാമിൻ്റെ ഒക്കെ എക്സ്റേയുടെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ ജസ്റ്റ് എക്സ്റേ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫ്രാക്ഷനേ വരുന്നുള്ളൂ. ഈ റേഡിയേഷൻ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റേഡിയോ തെറാപ്പി എടുക്കുന്ന കുട്ടികളാണ്. ബ്രസ്റ്റിലേക്ക് റേഡിയോ തെറാപ്പി എടുക്കുന്ന കുട്ടികളാണ്. അല്ലാണ്ട് ഈ റേഡിയേഷൻ അല്ല ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ പറയുന്ന റിസ്ക് വളരെ ചെറിയ എമൗണ്ടിലാണ് ഇയർലി വൺസ് ചെയ്യുന്ന എക്സ്റേ മാമോഗ്രാം കൊണ്ട് ഒരിക്കലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു സംശയമാണ് ആൾക്കാർക്ക്. ചിലർ അൾട്രാസൗണ്ട് മാമോഗ്രാം പറയും, സോണോ മാമോഗ്രാം, ചിലർ എക്സ്റേ മാമോഗ്രാം പറയും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് ബ്രസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഗ്ലാൻഡുലർ ടിഷ്യൂ ഉണ്ട്, അതായത് നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഗ്ലാൻഡുകളുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂ, ഫാറ്റും. നമ്മളുടെ പ്രായം അനുസരിച്ച് ഇതിലേതാണ് കൂടുതൽ? ഗ്ലാൻഡ്സ് ആണോ, ഗ്ലാൻഡുലർ ടിഷ്യൂ ആണോ, ഫാറ്റി ടിഷ്യൂ ആണോ കൂടുതൽ എന്നുള്ളതിൽ വ്യത്യാസം വരും. യങ് ഏജ് ആവുമ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂ ആയിരിക്കും കൂടുതൽ. മെനോപോസ് ഒക്കെ കഴിയുമ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂ ചുരുങ്ങും. ഈസ്ട്രജൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂ ചുരുങ്ങും, ഫാറ്റി ടിഷ്യൂ കൂടും. അപ്പോൾ യങ് ബ്രസ്റ്റ് ഗ്ലാൻഡുലർ ടിഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഡെൻസ് ആയിരിക്കും. അപ്പം അവിടെ മാമോഗ്രാം അത്ര പോരാണ്ട് വരും, മാമോഗ്രാമിൻ്റെ പെനട്രേഷൻ അത്ര പോരാണ്ട് വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ടോ MRIയോ ആണ് ബെറ്റർ എന്ന് പറയും, കുറച്ചുകൂടി ഡെപ്തിൽ കാണാനായിട്ട്. പക്ഷേ ഏജ് കൂടുന്തോറും എക്സ്റേ മാമോഗ്രാമാണ് ബെറ്റർ എന്നും പറയും. അതാണ് ഈ ചിലർ പറയാം 40-ന് ശേഷം മാമോഗ്രാം എന്ന്. പക്ഷേ ഒരു ഡോക്ടർ എനിക്ക് 35 വയസ്സിൽ എക്സ്റേ മാമോഗ്രാം എഴുതി തന്നു. ചിലപ്പോൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ അത് മതി തോന്നിയിട്ടാവാം. അപ്പം അതിലങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷൻ, ഡോക്ടർ എക്സാമിൻ ചെയ്ത് നോക്കി ഡോക്ടർക്ക് അതനുസരിച്ച് തോന്നുന്ന ഇമേജിങ് പറയുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ വർഷം ഒരു മാമോഗ്രാം എടുത്തു, ആ മാമോഗ്രാം നോർമലാണ്, എനിക്കിനി ബ്രസ്റ്റ് ക്യാൻസർ ഈ വർഷം വരില്ല, അപ്പം ഞാനിനി ബ്രസ്റ്റ് നോക്കണ്ട എന്നൊരിക്കലും വിചാരിക്കരുത്. ഒരു വർഷം അങ്ങനെ ഒരു വർഷം ഒരു മാമോഗ്രാമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ റേഡിയേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇമേജിങ്ങിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു വർഷം ഒരു മാമോഗ്രാം എന്നാണ്. അതിലൊരു ലീഷനൊന്നും ഇല്ലെങ്കിൽ, ഒന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് അടുത്ത മാമോഗ്രാം എന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പ്രീ ക്യാൻസർ സ്റ്റേജ് ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. ഇപ്പം സെർവൈക്കൽ ക്യാൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻസറിനൊക്കെ അതിനൊരു പ്രീ ക്യാൻസർ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു 20 വർഷം എടുക്കും ക്യാൻസറായി മാറാനൊക്കെ നമുക്കറിയാം. ബ്രസ്റ്റ് ക്യാൻസറിന് പക്ഷേ അങ്ങനെ ഉണ്ടാവണം എന്നില്ല. അതായത് ഒരു നേരത്തെ ഉള്ള ഒരു മുഴയുടെ പുറത്ത് ക്യാൻസറായി മാറുക അങ്ങനെയൊന്നും ആവണം എന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ ഈ മാസം ഒരു മാമോഗ്രാം എടുത്തു, ഒന്നും കണ്ടില്ല, കുഴപ്പമില്ല, 5-6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ വരാം. അപ്പോൾ അന്ന് മാമോഗ്രാം ചെയ്തു, അതിൽ നിങ്ങൾ കണ്ടില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ബ്രസ്റ്റ് അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ മാമോഗ്രാം ചെയ്തു കുഴപ്പമില്ല വേണ്ട നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. വി ഷുഡ് കണ്ടിന്യൂ വിത്ത് ആർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻസ്. ബ്രസ്റ്റ് അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാമോഗ്രാം നോർമലാണെങ്കിൽ ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റം തോന്നിയാൽ യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി കൺസൾട്ട് എ ഡോക്ടർ. അല്ലാതെ എൻ്റെ മാമോഗ്രാം നോർമലായിരുന്നു എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ ആൾക്കാരൊരു വിചാരമാണ് മാമോഗ്രാം നോർമലാണെങ്കിൽ പിന്നെ എനിക്ക് ക്യാൻസർ വരില്ല. അങ്ങനെയേ അല്ലാതെ അറിഞ്ഞിരിക്കണം. കാരണം ഈ പ്രീ ക്യാൻസറസ് ഒരു സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡിനോവോ ആയിട്ട് വരാം.